എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് അങ്ങനെ സ്ത്രീ സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് മൂന്നാമത്തെ ഗഡുവാണ് ഇനി വരാൻ പോകുന്നത്. നിലവിൽ അപേക്ഷകളിൽ 80,000-ഓളം അപേക്ഷകൾ തള്ളിയ ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി അപേക്ഷ വെക്കുന്നവരും അപേക്ഷ നൽകിയിട്ടും കാത്തിരിക്കുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അടുത്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയുടെ വിതരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ഫെബ്രുവരി മാസം മുതൽ വിതരണം ആരംഭിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷന്റെ മൂന്നാമത്തെ ഗഡുവായിട്ടുള്ള വിതരണമാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ വിതരണം ചെയ്തിരുന്നു. കഴിഞ്ഞ തവണ ആദ്യം ലഭിക്കാത്ത ആളുകൾക്ക് 2000 രൂപയും ആദ്യം ലഭിച്ച ആളുകൾക്ക് 1000 രൂപയുമാണ് മാർച്ച് മാസത്തിൽ വിതരണം ചെയ്തത് എങ്കിൽ മൂന്നാം ഗഡു എല്ലാവർക്കും ഒരുമിച്ചായിരിക്കും വിതരണം ചെയ്യുക. 1000 രൂപയാണ് ലഭിക്കുക. ചില ആളുകൾക്ക് കഴിഞ്ഞ തവണ മുടങ്ങിപ്പോയിരുന്നു. അതായത് ഒന്നാം ഗഡു ലഭിക്കുകയും രണ്ടാമത്തെ മാർച്ച് മാസത്തേത് കിട്ടാതിരിക്കുകയും ചെയ്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അടുത്ത തവണ 2000 രൂപ ലഭിച്ചേക്കാം എന്നുള്ളതാണ് വിവരം. ഇനി എന്നാണ് തുക വിതരണം ഉണ്ടാകുക എന്നുള്ളത് പല ആളുകളുടെയും ചോദ്യമാണ്. 9-ാം തീയതിയാണല്ലോ നിയമസഭാ ഇലക്ഷൻ നടക്കുന്നത്. അതിനു മുമ്പ് തുക എത്തിയേക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ല എങ്കിൽ അടുത്ത ആഴ്ച എന്തായാലും ആ തുക വിതരണം ഉണ്ടാകും. കൂടുതൽ സാധ്യത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ അക്കൗണ്ടുകളിലേക്ക് പണം എത്താനാണ്. അപ്പോൾ അത് നമുക്ക് കാത്തിരിക്കാം. ഇല്ല എങ്കിൽ ഈ മാസം സാധാരണത്തെ പോലെ 10-ന് ശേഷമുള്ള വിതരണം ഉണ്ടാകും. മെയ് മാസത്തിലും അത് കൃത്യമായിട്ട് തന്നെ വിതരണം ഉണ്ടാകും. മാർച്ച്, ഏപ്രിൽ, മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷനൊക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി മുൻകൂർ ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തുക വിതരണവും ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിരവധി അപേക്ഷകൾ റിജക്റ്റ് ആയിട്ടുണ്ട് വീണ്ടും എന്നുള്ളതാണ്. 32 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇതിന് അർഹതയുള്ളത്. BPL വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ 32 ലക്ഷം സ്ത്രീകളാണ് സംസ്ഥാനത്തുള്ളത്. 35 മുതൽ 60 വയസ്സ് വരെയുള്ളവർ. അവരിൽ ഇതുവരെ 18 ലക്ഷത്തോളം അപേക്ഷകളാണ് നൽകിയിട്ടുള്ളത്. ബാക്കിയുള്ള ആളുകൾ അപേക്ഷ നൽകിയിട്ടില്ല. അപ്പോൾ അപേക്ഷ നൽകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അപേക്ഷ നൽകുമ്പോൾ പേരിലോ വിലാസത്തിലോ 2-3 രേഖകൾ നമ്മൾ നൽകുമ്പോൾ അതിൽ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ അതെല്ലാം കൃത്യമാക്കുക, കറക്റ്റാക്കുക. ഇല്ല എങ്കിൽ 1 സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും സംഘടിപ്പിച്ച് അതുകൂടി അപേക്ഷയോടൊപ്പം നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ റിജക്റ്റ് ആവുകയില്ല, തുക കൃത്യമായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക. BPL റേഷൻ കാർഡാണ്, മറ്റ് സർക്കാർ ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത സ്ത്രീകളാണ് എങ്കിൽ 35 മുതൽ 60 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ പദ്ധതിയിൽ ചേരാം. ഇനിയും ചേരാത്ത ആളുകൾ പദ്ധതിയിൽ ചേരാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി ഭരണം മെയ് മാസത്തിൽ വേറൊരു സർക്കാർ, LDF ആയാലും UDF ആയാലും പുതിയ സർക്കാരാണ് വരിക. ആര് വന്നാലും ഇത് തുടരുക തന്നെ ചെയ്യുകയാണ് ഉണ്ടാവുക. ഇത്തരം പദ്ധതികളൊന്നും നിർത്തി പോവാറില്ല. അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷിക്കാത്ത ആളുകൾ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും കയ്യിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നാളെ മുതൽ സജീവമാകും. ചില സ്ഥലങ്ങളിലെ ട്രഷറികളിൽ നിന്നും പണം ലഭിക്കാത്തത് കൊണ്ട് തന്നെ സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പണം എത്തിയിരുന്നില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരും ദിവസങ്ങളിലായിട്ട്, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. 9-ന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ ലഭിക്കുന്നതുമാണ്. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷന്റെയും സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെയും കാര്യം ഇങ്ങനെയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.